ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം മുട്ടയും കിഴങ്ങും കൊണ്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി 2 സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില, ഒരല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇടാം. ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ. നല്ലതുപോലെ ഇളക്കണം. ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് കിഴങ്ങ് അതിനകത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനും കൂടിയാണ്. കിഴങ്ങ് നല്ലതുപോലെ എണ്ണയിൽ കിഴന്നൊന്ന് വഴന്ന് ഫ്രൈ ആയി വന്നാലേ ഇതിനൊരു ടേസ്റ്റുള്ള ഈ കറിക്ക്. ഉള്ളി നല്ലതുപോലെ വഴന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടത്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി ഇതുപോലെ വന്നാലേ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഒരു പച്ച മണമൊക്കെ മാറി ഉരുളക്കിഴങ്ങിൻ്റെ ചൊവയൊക്കെ മാറി വരണം. കുറച്ച് നേരം ഇളക്കി ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്കുള്ള മസാല ചേർക്കാം. ഈ എണ്ണയിൽ കിടന്നൊന്ന് ചൂടാവണം ഈ മസാല. അതിനുവേണ്ടി ഞാൻ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് കാശ്മീരി ചില്ലിയും ചേർത്തതിന് ശേഷം 1 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മസാലപ്പൊടിയൊക്കെ ചെറിയ അളവിലേ ചേർക്കാവൂ. ചിക്കൻ കറിയും മാറി നിൽക്കും. ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ മസാലകളെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂണോളം ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് ഇതിന് ചേർക്കേണ്ടുന്നത് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഈ എണ്ണയിൽ കിടന്ന് മസാലയിലും എണ്ണയിലും കിടന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇതിനിടയിൽ ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ കടായിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ള് മല്ലിയില അതിൻ്റെ മുകളിൽ ഇടാം. മല്ലിയിലയുടെ മണവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ കറിക്ക്. ചിക്കൻ കറി പോലെ തന്നെ ഇരിക്കും. മല്ലിയില ഇഷ്ടമല്ലാത്തവർ കറിവേപ്പില ഇട്ടാലും മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം. ടിന്നിൽ വരുന്നതാണ്. നിങ്ങൾ തേങ്ങ തിരുമിയുള്ള പാൽ ചേർത്താലും മതി. ഇവിടെ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് കോഴിമുട്ട പുഴുങ്ങി മുറിച്ചത് ഇതിൻ്റെ മുകളിൽ വെക്കാം. മുട്ടയും ഈ കിഴങ്ങിൻ്റെ മസാലയും എല്ലാം കൂടെ ഒരു പ്രത്യേക രുചിയാണ്. പൊറോട്ടയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ ഒരേപോലെ കോമ്പിനേഷനാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പികൾക്കായി സൗദി കിച്ചൻ ഫോളോ ചെയ്യുക.